ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. പച്ചപ്പുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, ശാന്തമായ കായലുകൾ, ഉഷ്ണമേഖലാ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്ന തണുപ്പുള്ള ഹിൽ സ്റ്റേഷനുകൾ. ഇവയിൽ മൂന്നാർ, വയനാട് എന്നീ ഹിൽ സ്റ്റേഷനുകൾ ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ അധികം ആകർഷിക്കുന്നു. ഈ സ്ഥലങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, പ്രാദേശിക സമൂഹങ്ങളുടെ വാസസ്ഥലവും തേയില, സുഗന്ധവ്യഞ്ജന കൃഷി, ഹോസ്പിറ്റാലിറ്റി വ്യവസായം എന്നിവയിലൂടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ മനോഹാരിതയും തണുത്ത കാലാവസ്ഥയുമുള്ള ഈ ഹിൽ സ്റ്റേഷനുകൾ വാസയോഗ്യമല്ലാതായാൽ അത്തരമൊരു സാഹചര്യം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെങ്കിലും അത് പൂർണ്ണമായും സാധ്യതയില്ലാത്തതല്ല. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, മനുഷ്യവാസത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം എന്നിവ ഒരു കാലത്ത് ജനവാസമുള്ള ഈ ഹിൽ സ്റ്റേഷനുകളെ സുരക്ഷിതമല്ലാത്തതോ വാസയോഗ്യമല്ലാത്തതോ ആക്കും. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകൾക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, വെല്ലുവിളികൾ, സാധ്യമായ പരിഹാരങ്ങൾ എന്നിവ നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ വാസയോഗ്യതയില്ലായ്മയ്ക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വർദ്ധിച്ച താപനില, കടുത്ത മഴ എന്നിവയ്ക്ക് കാരണമായി. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സമുദ്രനിരപ്പ് ഉയരുകയും വെള്ളപ്പൊക്കം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ഹിൽ സ്റ്റേഷനുകളും ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നു. സമീപ വർഷങ്ങളിൽ കേരളത്തിലെ പല ഹിൽ സ്റ്റേഷനുകളിലും താപനിലയിൽ അസാധാരണമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് തണുത്തതും മനോഹരവുമായ കാലാവസ്ഥയുടെ പ്രശസ്തിക്ക് വിരുദ്ധമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കേരള സംസ്ഥാന ആക്ഷൻ പ്ലാൻ അനുസരിച്ച് സംസ്ഥാനത്തെ ശരാശരി താപനില 2030 1.3 ഡിഗ്രി സെൽഷ്യസും 2050 2.5 ഡിഗ്രി സെൽഷ്യസും വരെ ഉയരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇത് ഒരു ചെറിയ മാറ്റം പോലെ തോന്നിയേക്കാമെങ്കിലും ഹിൽ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ അതിലോലമായ ആവാസ വ്യവസ്ഥയിൽ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തും. ഉയർന്ന താപനില തണുത്ത കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന സസ്യാവരണം കുറയുന്നതിലേക്ക് നയിക്കുകയും ജൈവ വൈവിധ്യത്തെയും ഈ ആവാസ വ്യവസ്ഥയെ ആശ്രയിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളായ തേയില, ഏലം, കാപ്പിത്തോട്ടങ്ങൾ എന്നിവ താപനിലയിലെ മാറ്റങ്ങൾക്ക് പ്രത്യേകിച്ചും ഇരയാക്കുന്നു. ചില വിളകൾ ഉയർന്ന ഉയരത്തിലോ മാറിയ കാലാവസ്ഥയിലോ ലാഭകരമല്ലായിരിക്കാം. ഇത് കർഷകരെ അവരുടെ ഭൂമി മാറ്റി സ്ഥാപിക്കാനോ ഉപേക്ഷിക്കാനോ നിർബന്ധിതരാക്കുന്നു. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ കുത്തനെയുള്ള ഭൂപ്രദേശം അതിശയകരമായ കാഴ്ചകൾ നൽകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്ക്, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലുകൾക്ക് വിധേയമാകുന്നു. കനത്ത മഴ, വനനശീകരണം, മണ്ണൊലിപ്പ് എന്നിവയുടെ സംയോജനമാണ് ഈ മണ്ണിടിച്ചിലുകൾക്ക് കാരണമാകുന്നത്. സമീപ വർഷങ്ങളിൽ കേരളം നിരവധി വിനാശകരമായ മണ്ണിടിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഹിൽ സ്റ്റേഷനുകളുടെ ദുർബലതകളുടെ കഠിനമായ ഓർമ്മപ്പെടുത്തലാകുന്നു. ഈ ഹിൽ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തെ അവയുടെ അതുല്യമായ ജൈവ വൈവിധ്യവും പാരിസ്ഥിതിക പ്രാധാന്യവും കാരണം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നഗരവൽക്കരണം, വിനോദസഞ്ചാരം, സുസ്ഥിരമല്ലാത്ത കാർഷിക രീതികൾ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ പ്രകൃതിദത്ത സസ്യങ്ങളുടെ നാശത്തിന് കാരണമായി. ഇത് മണ്ണൊലിപ്പ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. വനവിസ്തൃതി കുറയുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, മണ്ണ് അയഞ്ഞതും മണ്ണിടിച്ചിലിന് കൂടുതൽ സാധ്യതയുള്ളതുമായി മാറുന്നു. ഏറ്റവും മോശം സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും വഷളാകുന്നത് തുടരുകയാണെങ്കിൽ ഹിൽ സ്റ്റേഷനുകളുടെ പല പ്രദേശങ്ങളും താമസിക്കാൻ കഴിയാത്തത്ര അപകടകരമാകും. താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അപകട സാധ്യതകൾ കൂടുതലായതിനാൽ ഈ പ്രദേശങ്ങളിൽ ജീവൻ നിലനിർത്തുക അസാധ്യമാണ്. ഒരിക്കൽ ശുദ്ധമായിരുന്ന ഭൂപ്രകൃതിയിൽ സ്ഥിരമായി മാറ്റം വരുത്താം. മുഴുവൻ ഗ്രാമങ്ങളും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയോ അപ്രാപ്യമാക്കുകയോ ചെയ്യാം. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വനനശീകരണം. സംസ്ഥാനത്തിന്റെ പുരോഗമനപരമായ പാരിസ്ഥിതിക നയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അനധികൃത മരം മുറിക്കൽ, തോട്ടങ്ങൾക്കുള്ള കയ്യേറ്റം, വികസനത്തിനായി ഭൂമി ആവശ്യപ്പെടൽ എന്നിവ പശ്ചിമഘട്ടത്തിലെ വലിയ വനമേഖല നഷ്ടപ്പെടാൻ കാരണമായി. കേരളത്തിലെ വനങ്ങൾ വൈവിധ്യമാർന്ന തദ്ദേശീയ ഇനങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അവയിൽ പലതും ഇതിനകം തന്നെ ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഭീഷണി നേരിടുന്നു. പ്രാദേശിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും ജലം സംരക്ഷിക്കുന്നതിലും മണ്ണൊലിപ്പ് തടയുന്നതിലും മരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ഹിൽ സ്റ്റേഷനുകളിലെ വനവിസ്തൃതി നഷ്ടപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വർദ്ധിപ്പിക്കും. മരങ്ങൾ കുറവായതിനാൽ മഴ കൂടുതൽ ക്രമരഹിതമാകാം. കനത്ത മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകാം. അതേസമയം വരൾച്ച കൂടുതൽ നീണ്ടു നിൽക്കുകയും കഠിനമാവുകയും ചെയ്യും.
ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. പശ്ചിമഘട്ടം ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. സസ്യജന്തുജാലങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനായി കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തുന്നു. ഈ മേഖലയ്ക്ക് സമ്പന്നമായ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ വിനോദസഞ്ചാരം ഗണ്യമായി കുറയുകയും അതിനെ ആശ്രയിക്കുന്ന ആളുകളുടെ ഉപജീവനത്തെ കൂടുതൽ ബാധിക്കുകയും ചെയ്യും. ആവാസ വ്യവസ്ഥയുടെ തകർച്ചയോടെ പ്രാദേശിക കർഷകർക്കും ആദിവാസി സമൂഹങ്ങൾക്കും അവരുടെ ജീവിത രീതി നിലനിർത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം. അമിത ജനസംഖ്യയും അനിയന്ത്രിതമായ നഗരവൽക്കരണവും കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിലെ സമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഈ പ്രദേശങ്ങളിൽ ഒരിക്കൽ ജനസാന്ദ്രത കുറവായിരുന്നുവെങ്കിലും വിനോദസഞ്ചാരത്തിന്റെ വർധനവും സമതലങ്ങളുടെ ചൂടിൽ നിന്ന് അഭയം തേടുന്ന ആളുകളുടെ വരവും ഈ മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് കാരണമായി. ഒരിക്കൽ ശാന്തവും മനോഹരവുമായ റിട്രീറ്റുകളായിരുന്ന ഹിൽ സ്റ്റേഷനുകൾ ഇപ്പോൾ കെട്ടിടങ്ങൾ, റോഡുകൾ, റിസോർട്ടുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ പ്രദേശങ്ങളുടെ ആസൂത്രിതമല്ലാത്ത വളർച്ച, ജലവിതരണം, ശുചിത്വം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക വിഭവങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. മിക്ക ഹിൽ സ്റ്റേഷനുകളും ഇത്രയും ഉയർന്ന ജനസാന്ദ്രത ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല. തൽഫലമായി മാലിന്യ നിർമ്മാർജ്ജനം, ജലക്ഷാമം, അപര്യാപ്തമായ മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ എന്നിവയിൽ അവർ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ മേഖലയുടെ ദുർബലത വർദ്ധിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ജനസംഖ്യാ സമ്മർദ്ദം കാർഷിക ഭൂമി പാർപ്പിട മേഖലകളാക്കി മാറ്റുന്നതിലേക്ക് നയിച്ചു. ഇത് ആവാസ വ്യവസ്ഥയുടെ അതിലോലമായ സന്തുലിതാവസ്ഥയെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വെള്ളം, ഭക്ഷണം, ഇന്ധനം തുടങ്ങിയ വിഭവങ്ങളുടെ ആവശ്യം വർദ്ധിക്കുകയും പരിസ്ഥിതിയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിക്കാതിരുന്നാൽ ഈ അമിത ജനസംഖ്യ ഈ പ്രദേശങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമല്ലാത്തതും വാസയോഗ്യമല്ലാത്തതുമായി മാറ്റും. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിലെ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ജലം ഒരു നിർണായക വിഭവമാണ്. എന്നാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും കാലാവസ്ഥാ വ്യതിയാനവും ഗണ്യമായ ജലക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം. സമൃദ്ധമായ മഴയ്ക്കും ശുദ്ധജല സ്രോതസ്സുകൾക്കും പേരുകേട്ട പശ്ചിമഘട്ടം വനനശീകരണവും കയ്യേറ്റവും മൂലം നദികളും അരുവികളും വറ്റിപ്പോകുകയോ മലിനമാകുകയോ ചെയ്യുന്നതിനാൽ വെല്ലുവിളികൾ നേരിടുന്നു. പല ഹിൽ സ്റ്റേഷനുകളിലും പ്രാദേശിക ജനങ്ങൾ അവരുടെ ജലവിതരണത്തിനായി മഴവെള്ള സംഭരണത്തെയും ചെറിയ നദികളെയും അരുവികളെയും ആശ്രയിക്കുന്നു. എന്നിരുന്നാലും മഴയുടെ രീതി മാറുന്നതും ജലസേചനത്തിനും നഗര ഉപഭോഗത്തിനുമായി അമിതമായി വെള്ളം എടുക്കുന്നതും ഗുരുതരമായ ജലപ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. സുസ്ഥിരമായ ജലവിതരണമില്ലാതെ ഈ പ്രദേശങ്ങളിലെ സമൂഹങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുക അസാധ്യമായിരുന്നു. കൂടാതെ വിനോദസഞ്ചാരം പ്രാദേശിക ജലസ്രോതസ്സുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. തിരക്കേറിയ സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ വരവ് ലഭ്യമായ വെള്ളത്തിന്റെ ഗണ്യമായ ഭാഗം ഉപയോഗിക്കുന്നു. പ്രാദേശിക ജനങ്ങൾക്ക് ഇത് വളരെ കുറവാണ്. ഇത് ജലക്ഷാമ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു, പ്രത്യേകിച്ച് ഉയർന്ന ആവശ്യം കൈകാര്യം ചെയ്യാൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കഴിവില്ലാത്ത പ്രദേശങ്ങളിൽ. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ വാസയോഗ്യതയില്ലായ്മയുടെ സാമ്പത്തിക ആഘാതം ആഴമേറിയതായിരിക്കാം. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന സംസ്ഥാനത്തിന്റെ ടൂറിസം വ്യവസായത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഹിൽ സ്റ്റേഷനുകൾ. കേരള ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ GDP-യുടെ 10% വിനോദസഞ്ചാരമാണ്. ഹിൽ സ്റ്റേഷനുകൾ വാസയോഗ്യമല്ലാതായാൽ സംസ്ഥാനത്തിന് ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളിൽ നിന്നുള്ള ഒരു പ്രധാന വരുമാന സ്രോതസ് നഷ്ടപ്പെടും. ഹിൽ സ്റ്റേഷനുകളിലെ തേയില, സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു. കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ ഭൂമി നഷ്ടപ്പെടുന്നത് ഉൽപാദനം കുറയുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ദേശീയ വിതരണ ശൃംഖലകളെയും ബാധിക്കുകയും ചെയ്യും. കർഷകർ, തോട്ടം തൊഴിലാളികൾ, ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് തൊഴിൽ നഷ്ടം നേരിടേണ്ടി വരും. ഇത് ഈ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. കൂടാതെ ജലവൈവിധ്യത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും നഷ്ടം ഹെർബൽ മെഡിസിൻ തുടങ്ങിയ മറ്റ് വ്യവസായങ്ങളെ ബാധിക്കും. കാർബൺ വേർതിരിച്ചെടുക്കൽ, ജലശുദ്ധീകരണം, മണ്ണ് സ്ഥിരത എന്നിവയുൾപ്പെടെ നിർണായക ആവാസ വ്യവസ്ഥാ സേവനങ്ങളും ഹിൽ സ്റ്റേഷനുകൾ നൽകുന്നു. ഈ സേവനങ്ങളില്ലാതെ വെള്ളപ്പൊക്കം, വരൾച്ച, പ്രകൃതി ദുരന്തങ്ങളുടെ ആവൃത്തിയിലും തീവ്രതയിലും വർധനവ് എന്നിവയുൾപ്പെടെ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ കേരളത്തിന് നേരിടേണ്ടി വരും. സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾക്കപ്പുറം കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ ജനവാസമില്ലായ്മ ആഴത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തലമുറകളായി ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി തദ്ദേശീയ സമൂഹങ്ങളുടെയും പ്രാദേശിക ജനങ്ങളുടെയും വാസസ്ഥലമാണ് ഹിൽ സ്റ്റേഷനുകൾ. ഈ സമുദായങ്ങൾ ഭക്ഷണം, പാർപ്പിടം, ഉപജീവനം എന്നിവയ്ക്കായി വനങ്ങളെ ആശ്രയിക്കുന്നു. അവരുടെ ആവാസ വ്യവസ്ഥയുടെ നാശം അവരെ കുടിയേറാൻ നിർബന്ധിതരാക്കുകയും അവരുടെ പരമ്പരാഗത ജീവിത രീതികൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. ഹിൽ സ്റ്റേഷനുകളുടെ സാംസ്കാരിക പ്രാധാന്യവും അവഗണിക്കാനാവില്ല. നൂറ്റാണ്ടുകളായി വ്യാപാരം, യാത്ര,
സാംസ്കാരിക സംയോജനം എന്നിവയുടെ സമ്പന്നമായ ചരിത്രമുള്ള ഈ പ്രദേശങ്ങൾ സാംസ്കാരിക കൈമാറ്റത്തിന്റെ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളുടെ നഷ്ടം പ്രാദേശിക ജനതയെ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മുഴുവൻ സ്വത്വത്തെയും ബാധിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗം മായ്ച്ചു കളയും. ഭയപ്പെടുത്തുന്ന വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളുടെ വാസയോഗ്യതയില്ലായ്മ ലഘൂകരിക്കാൻ നിരവധി തന്ത്രങ്ങൾ ഉപയോഗിക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുകയും അമിത ജനസംഖ്യ പരിമിതപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യ വികസനം പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന സുസ്ഥിര നഗരാസൂത്രണ രീതികൾ സ്വീകരിക്കേണ്ടത് നിർണായകമാണ്. വനവൽക്കരണത്തിലൂടെയും വനനശീകരണ പ്രതിരോധ പരിപാടികളിലൂടെയും വനവിസ്തൃതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മണ്ണൊലിപ്പ് തടയാനും താപനില നിയന്ത്രിക്കാനും മേഖലയിലെ ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കാനും സഹായിക്കും. മഴവെള്ള സംഭരണം, ജല മാനേജ്മെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള കൃഷി എന്നിവ പോലുള്ള കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഹിൽ സ്റ്റേഷനുകളെ സഹായിക്കും. സന്ദർശകരുടെ എണ്ണം പരിമിതപ്പെടുത്തുക, ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യ സംസ്കരണ രീതികൾ നിലവിലുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള സുസ്ഥിര ടൂറിസം രീതികൾ ടൂറിസത്തിന്റെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ സഹായിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശക്തമായ സർക്കാർ നയങ്ങൾ, പൊതു അവബോധ പ്രചാരണങ്ങൾക്കൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മനുഷ്യരുടെ കയ്യേറ്റത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ഭീഷണികളിൽ നിന്ന് കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളെ സംരക്ഷിക്കാൻ സഹായിക്കും. കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകൾ വാസയോഗ്യമല്ലാതാകുക എന്ന ആശയം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും സുസ്ഥിര വികസനത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുന്നു. സജീവമായ നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഈ അതുല്യമായ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാനും ഭാവി തലമുറകൾക്ക് അവയുടെ സൗന്ദര്യവും നേട്ടങ്ങളും തുടർന്നും ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനും കഴിയും. വിലമതിക്കാനാവാത്ത ഈ ഹിൽ സ്റ്റേഷനുകളുടെ ഭാവി സംരക്ഷിക്കാൻ സർക്കാരും കേരളത്തിലെ ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് ഈ സാഹചര്യം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.